ഇതാണ് നമ്മുടെ വേൾപൂളിൻ്റെ വാഷിംഗ് മെഷീൻ. ഇതിൽ പവർ ഓൺ ചെയ്തിട്ട് ഇതിൽ ഇത്ര പ്രോഗ്രാമുണ്ട്. ഫസ്റ്റ് നോർമലാണ്. നോർമലിൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന എല്ലാ ഡ്രസ്സും നോർമലിലിടാം. അടുത്തത് വന്നിട്ട് ഡെലിക്കേറ്റ് ആണ്, P2 പ്രോഗ്രാം. ഇത് നമുക്കിങ്ങനെ മാറും. P2ൽ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഡ്രസ്സുകൾ അതൊക്കെ ഇടാനുള്ളതാണ് ഇത്. പിന്നെ ഹെവി പറയുമ്പോൾ ബ്ലാങ്കറ്റ്, ബെഡ്ഷീറ്റ് അതുപോലുള്ള തുണികളാണ് അതിലിടുക. അതിന് പിന്നെ വൈറ്റ്സ് പറയുമ്പോൾ വെള്ളത്തുണി മാത്രമേ ഇടാൻ പാടുള്ളൂ. വെള്ളത്തുണി അതുപോലെ വൈറ്റ് ആയ ഡ്രസ്സുകൾ മാത്രം. പിന്നെ വുൾനെസ് പറയുമ്പോൾ വുൾനെസ് മാത്രം. പിന്നെ ബെഡ്ഷീറ്റ് എക്കോ ഇവിടെ എഴുതിയിട്ടുണ്ടാവും. സ്റ്റെയിൻ വാഷ് പറയുമ്പോൾ കുറച്ച് അധികം ചളിയുള്ള ഡ്രസ്സൊക്കെ സ്റ്റെയിൻ വാഷിൽ ഇടാം. എക്കോ പറയുമ്പോൾ അത് നോർമൽ പ്രോഗ്രാം പോലെ തന്നെയാണ്. പിന്നെ P7 വുൾനെസ്, പിന്നെ ബെഡ്ഷീറ്റ്, പിന്നെ റിൻസ് ആൻഡ് ഡ്രൈ. റിൻസ് ആൻഡ് ഡ്രൈ പറഞ്ഞാൽ ഒലമ്പാനും ഉണക്കാനും മാത്രമുള്ള റിൻസ് ആൻഡ് ഡ്രൈ, വാഷ് ഉണ്ടാവില്ല. അതുപോലെ P10 ഇത് റിൻസ് ആൻഡ് ഡ്രൈ മാത്രം. അടുത്തത് P10 അത് ഡ്രൈ ഓൺലിയാണ്, വേറൊന്നുമില്ല. നമ്മൾ വെളിയിലെടുത്തിട്ട് ഉണക്കാനാണെങ്കിൽ മാത്രം ആണെങ്കിൽ P10 കൊടുക്കാം. P11 വാഷ് ഓൺലി പറഞ്ഞാൽ വാഷ് ചെയ്യാൻ മാത്രമാണ്, വേറൊരു പ്രോഗ്രാം ഉണ്ടാവില്ല. വാഷ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം അവിടെ നിൽക്കും. പിന്നെ P10 ഇട്ടിട്ട് ആ വെള്ളം കളയണം. അതാണത്. 12ാമത്തെ അക്വ സ്റ്റോർ പറയുമ്പോൾ വെള്ളം ഫുൾ നിറയും, പിടിച്ചു വയ്ക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. വെള്ളം ഫുള്ളായി നിറയും, നമുക്ക് പിറ്റേ ദിവസം വെള്ളം കുറവുള്ള സ്ഥലത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. അടുത്തത് ഇതിൽ എഴുതിയിട്ടുണ്ട് ചെക്ക് വാട്ടർ. ഈ ഓപ്ഷൻ ഇവിടെ റെഡ് ലൈറ്റ് കത്തിക്കഴിഞ്ഞാൽ അപ്പം നമ്മൾ ടാപ്പിൽ ഒരു ഫിൽറ്റർ വരും. ഇങ്ങനെ അയച്ചു കഴിഞ്ഞാൽ ഈ വെള്ള ഫിൽറ്ററിങ് എടുത്തു കഴിഞ്ഞാൽ ഇത് ടൂത്ത് ബ്രഷ് കൊണ്ട് കഴുകിക്കഴിഞ്ഞാൽ അതിൽ ചളി പോവും. ഇതിൽ പൈപ്പത്തെ ഫുൾ ഡസ്റ്റുകളും വന്ന് ആ ഫിൽറ്ററിൽ അടയും. നമ്മളത് ആഴ്ചയ്ക്ക് ക്ലീൻ ചെയ്യണം. അത് ചളിയുള്ള ഒരു സ്ഥലങ്ങളിൽ അതുപോലെ ഇരിക്കും. ഇതിങ്ങനെ എടുത്ത് ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റാവും. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ തിരിച്ച് കഴിഞ്ഞാൽ ഇത് ലോക്കാവും. പിന്നെ ഇത് നോക്കേണ്ട ആവശ്യമില്ല. ഇത് അയക്കുമ്പോൾ 2 സൈഡ് കറക്റ്റ് ബലത്ത് പിടിച്ചാണ് അയക്കാൻ, അല്ലെങ്കിൽ ആ പൈപ്പ് പൊട്ടിപ്പോകാൻ വരെ ചാൻസ് ഉണ്ട്. അത് നോക്കി അയക്കാം. ഇവിടെ ഒരു ഫിൽറ്റർ ഉണ്ട്, അത് ഇപ്പോൾ എടുത്ത് കഴുകണ്ട. അത് 1 മാസം കഴിഞ്ഞിട്ട് എടുത്ത് കഴിക്കാൻ പറ്റും. കാരണം അവിടെയാണ് ഫസ്റ്റ് നിറയുക, ഇവിടെ മെല്ലെ നിറയുക. അപ്പോൾ ഉണക്കുക. ഈ ഓപ്ഷൻ ഈ എക്സ്പ്രസ് വാഷ് പറയുന്നത് നമ്മൾ പെട്ടെന്ന് വാഷിങ് കഴിയാനുള്ളതാണ് എക്സ്പ്രസ് വാഷ്. അതിന് 52 മിനിറ്റ് കാണിക്കുമ്പോൾ അതിൽ എക്സ്പ്രസ് വാഷ് ഇട്ട് കഴിഞ്ഞാൽ അത് 35 മിനിറ്റായി കുറയുകയാണ് ചെയ്യുക. അത് ടൈം കുറയ്ക്കാനുള്ളതാണ് എക്സ്പ്രസ് വാഷ്. അതുപോലെ അതിനു വേണ്ടി മാത്രമുള്ള യൂസാണ് വാട്ടർ ലെവൽ. ഇത് ഹാർഡ് വാട്ടർ വാഷ് പറഞ്ഞു കഴിഞ്ഞാൽ നിറയെ ചളിയുള്ള തുണികൾക്ക്, അതുപോലെ ബോർബിൽ വെള്ളമൊക്കെ ഉള്ളവിടെ സോപ്പ് അലിയാൻ ടൈം എടുക്കും. അപ്പോൾ നമുക്ക് ഹാർഡ് വാട്ടർ വാഷ് കൊടുത്തു കഴിഞ്ഞാൽ ടൈം കുറച്ചുകൂടെ കൂടും. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കൂടും. ടൈം കൂട്ടാനുള്ളതാണ് ഹാർഡ് വാട്ടർ വാഷ്, ടൈം കുറയ്ക്കാനുള്ളത് എക്സ്പ്രസ് വാഷ്. ഡിലേ വാഷ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്ര മണിക്കൂർ വരെ സെറ്റ് ചെയ്ത് മെഷീൻ വെക്കാനുള്ളതാണ് ഡിലേ വാഷ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 മണിക്കൂർ തൊട്ട് 24 hours വരെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ആ ടൈം വെച്ച ശേഷം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ആ മണിക്കൂറിന് മുമ്പിൽ വെച്ചിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും. എന്ന് വെച്ചാൽ 16 മണിക്കൂറിനുള്ളിൽ വാഷിംഗ് കഴിയുന്ന പോലെ കഴിയും. അത് ഓരോ ഓഫീസുകൾ പോകുന്ന ആൾക്കാർക്ക് വരുമ്പോൾ കറക്റ്റായി കഴിയുന്ന പോലെ ആ ലെവലാവാൻ വേണ്ടിയിട്ടുള്ളതാണ് ആ ഓപ്ഷൻ. അത് നമ്മളിവിടെ നോർമൽ വീടുകളിൽ യൂസ് ചെയ്യലൊന്നും അത് ആവശ്യം വരില്ല.